നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. രേഖയിൽ തെളിയുമോ? കോൺഗ്രസിൽ തിരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ 19 നിർദ്ദേശങ്ങളടങ്ങിയ രൂപരേഖ. സംഘടനാ പ്രവർത്തനങ്ങളും നേതാക്കളുടെ പ്രവർത്തന മികവും അന്വേഷണ സമിതി പരിശോധിക്കും. ജില്ലാതലത്തിൽ ജംബോ കമ്മിറ്റികൾ തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തോ എന്നതും അന്വേഷണ പരിധിയിൽ. പാർട്ടി തോൽവിയിൽ നേതാക്കൾക്കെതിരെയുള്ള നടപടി അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമെന്ന് VM സുധീരൻ. പരാതികളിൽ ഉചിതമായ സമയത്ത് നിഷ്പക്ഷമായ നടപടി സ്വീകരിക്കുമെന്ന് KPCC അധ്യക്ഷൻ. സർക്കാർ കൃഷി ഇറക്കും. UDF സർക്കാരിന്റെ കാലത്ത് വിവാദമായ മെത്രാൻ കായലിലും ആറന്മുളയിലും കൃഷിയിറക്കാൻ സർക്കാർ പദ്ധതി. ഇത് സംബന്ധിച്ച് ഈ മാസം 17-നകം റിപ്പോർട്ട് നൽകാൻ വകുപ്പ് സെക്രട്ടറിക്ക് കൃഷിമന്ത്രി VS സുനിൽകുമാറിന്റെ നിർദ്ദേശം. LDF സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമെന്ന് BJP. മുൻ സർക്കാർ നടത്തിയ അനധികൃത ഇടപാടുകളിൽ തിരുത്തൽ വരുത്തുന്നത് നല്ല തീരുമാനമെന്ന് MT രമേശ്. മെത്രാൻ കായലിനൊപ്പം ക്രമക്കേട് നടന്ന എറണാകുളം കടമക്കുടിയിലും കൃഷിയിറക്കണമെന്ന് കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ. തീരങ്ങളിൽ വറുതിക്കാലം. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയും മോട്ടോർ ഘടിപ്പിക്കാത്ത വള്ളങ്ങളെയും ദൂരപരിധിയുടെ അടിസ്ഥാനത്തിൽ നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കി. 47 ദിവസം നീണ്ടു നിൽക്കുന്ന വിലക്ക് അവസാനിക്കുന്നത് ജൂലൈ 31-ന്. നിരോധനം ലംഘിക്കുന്ന വിദേശ ട്രോളറുകളെ പിടികൂടാൻ നാളെ മുതൽ കോസ്റ്റ് ഗാർഡും തീരദേശ പോലീസും പെട്രോളിംഗ് ശക്തമാക്കും. ഇക്കാലയളവിൽ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് ആവശ്യമായ സഹായം സർക്കാർ വിതരണം ചെയ്യുമെന്ന് ഫിഷറീസ് മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ. വിലക്ക് നീങ്ങി. ഉട്ട പഞ്ചാബ് വിവാദത്തിൽ സെൻസർ ബോർഡിന് തിരിച്ചടി. നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിൽ ചിത്രത്തിന്റെ ഒരു ഭാഗം മാത്രം നീക്കം ചെയ്താൽ മതിയെന്ന് ബോംബെ ഹൈക്കോടതി. 89 രംഗങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം തള്ളി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേൽ കത്തിവയ്ക്കാൻ ബോർഡിന് അധികാരമില്ല. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയല്ല അണിയറ പ്രവർത്തകർ സിനിമയെടുത്തത്. 2 ദിവസത്തിനുള്ളിൽ ചിത്രത്തിന് A സർട്ടിഫിക്കറ്റ് നൽകുവാനും ഹൈക്കോടതി നിർദ്ദേശം. സഖ്യവുമായി മുന്നോട്ട്. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യം തുടരുമെന്ന് CPM ബംഗാൾ ഘടകം. കോൺഗ്രസുമായി സഖ്യം തുടരുന്നതിൽ തെറ്റില്ലെന്ന് തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന സംസ്ഥാന സമിതിയിൽ അഭിപ്രായം. നിലപാട് സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ. കോൺഗ്രസുമായി സഖ്യം അവസാനിപ്പിക്കേണ്ട സാഹചര്യം നിലവിലില്ല. ഇരുവിഭാഗങ്ങളും തമ്മിൽ യാതൊരു തെറ്റിദ്ധാരണയുമില്ലെന്നും വിശദീകരണം. ഇടത് അനുഭവമുള്ള പാർട്ടികളുമായും ഡെമോക്രാറ്റിക് സെക്യുലർ പാർട്ടികളുമായും കൂട്ടുകെട്ട് തുടരും. എങ്ങുമെത്താതെ അന്വേഷണം. ജിഷ കേസ് അന്വേഷണം അനന്തമായി നീളുന്നതിനിടെ അമ്മ രാജേശ്വരിയിൽ നിന്നും സഹോദരിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടി പോലീസ്. വിശദമായ മൊഴിയെടുക്കലിനായി ഇരുവരെയും രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയേക്കും. നടപടി ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താനെന്ന് അന്വേഷണ സംഘം. അതേസമയം പരിസരവാസികളിൽ നിന്നടക്കം ലഭിച്ച മൊഴികളിലും CCTV ദൃശ്യങ്ങളിലും വിശദ പരിശോധന. അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനും തീരുമാനം. ഇനി ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2725 രൂപ, പവൻ 21,800 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.